എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട്. വിവിധ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. NPCIL ലിമിറ്റഡിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ജൂൺ 17 വേക്കൻസിയും തസ്തികയൊക്കെ നോക്കാം. ആദ്യം വരുന്നത് സ്റ്റൈഫൻഡറി ട്രെയിനി ഓർ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആണ്. ഇതിലേക്ക് ഡിപ്ലോമ ഹോൾഡേഴ്സിനും അതുപോലെ തന്നെ സയൻസ് ഗ്രാജുവേറ്റ്സിനും അവസരമുണ്ട്. 11 വേക്കൻസിയാണ് ആകെയുള്ളത്. ഇനി അടുത്തത് സ്റ്റൈഫൻഡറി ട്രെയിനി ഓർ ടെക്നീഷ്യനാണ്. പ്ലാന്റ് ഓപ്പറേറ്റർ വരുന്നുണ്ട്, മെയിൻറ്റെയിനർ വരുന്നുണ്ട്. 166 വേക്കൻസിയാണ് ഉള്ളത്. അടുത്തത് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 1 HR 9 വേക്കൻസി, അസിസ്റ്റൻറ്റ് ഗ്രേഡ് 1 F&A 6 വേക്കൻസി, അസിസ്റ്റൻറ്റ് ഗ്രേഡ് 1 C&MM 5 വേക്കൻസി. ഇങ്ങനെ ആകെ 197 വേക്കൻസിയാണ് വരുന്നത്. ഇത്രയും തസ്തികയിലേക്കാണ് അപേക്ഷിക്കാനായിട്ട് അവസരമുള്ളത്. ഇതിൽ നമ്മൾ കാറ്റഗറി നോക്കുകയാണെങ്കിൽ വിവിധ ഡിസിപ്ലിൻസിലായിട്ടാണ് വേക്കൻസി വരുന്നത്. ഡിപ്ലോമ ഹോൾഡേഴ്സ് ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് സയൻസ് ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ ഡിസിപ്ലിൻസ് വരുന്നത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കെമിക്കൽ, കെമിസ്ട്രി, ഫിസിക്സ് ആണ്. ഇനി സ്റ്റൈഫൻഡറി ട്രെയിനീസോ ടെക്നീഷ്യൻ ആണെങ്കിൽ ഇതിൽ വരുന്നത് പ്ലാന്റ് ഓപ്പറേറ്റർ, ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, വെൽഡർ, മെഷീനിസ്റ്റ്, AC മെക്കാനിക്, ഡീസൽ മെക്കാനിക് ആണ്. ഇനി ഓരോ സ്ട്രീമുകളിലും ഏതൊക്കെ ഡിസിപ്ലിൻസ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ പ്രൊഡക്ഷൻ, മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമൊബൈൽ. ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ. ഇനി ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കൺട്രോൾ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സിസ്റ്റം ആണ് വരുന്നത്. ഇനി കെമിക്കൽ ആണെങ്കിൽ കെമിക്കൽ, ഇലക്ട്രോ കെമിക്കലാണ് ഡിസിപ്ലിൻസ് വരുന്നത്. ഓരോ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാനായിട്ട് പോസ്റ്റ് കോഡുണ്ട്. PWBD കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട്. ഇനി ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ആദ്യത്തേത് സ്റ്റൈഫൻഡറി ട്രെയിനി ഓർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, ഡിപ്ലോമ ഹോൾഡേഴ്സ് ഇൻ എഞ്ചിനീയറിംഗ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമയാണ് വിത്ത് നോട്ട് ലെസ് ദാൻ 60% മാർക്ക് ഉണ്ടായിരിക്കണം. ഇതല്ലെങ്കിൽ 2 ഇയർ ഡിപ്ലോമ ത്രൂ ലാറ്ററൽ എൻട്രി ടു സെക്കൻഡ് ഇയർ ആഫ്റ്റർ HSC അപ്രൂവ്ഡ് ബൈ AICTC ഒക്കെയാണ് വരുന്നത്. ഇവിടെയും 60% കുറയാത്ത മാർക്ക് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ +2ലോ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ആയിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അടുത്തത് സ്റ്റൈഫൻഡറി ട്രെയിനി ഓർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, സയൻസ് ഗ്രാജുവേറ്റ്സ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് BSc ആണ്. BSc വിത്ത് 60% മാർക്ക് ഉണ്ടായിരിക്കണം. BScയിൽ ഫിസിക്സ് ആസ് പ്രിൻസിപ്പിൾ ആൻഡ് കെമിസ്ട്രി ഓർ മാത്തമാറ്റിക്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആസ് സബ്സിഡറി ആയിട്ട് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ കെമിസ്ട്രി മെയിനായിട്ട്, ബാക്കിയുള്ളത് സബ്സിഡറി ആയിട്ട് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ഈക്വൽ വെയിറ്റേജിൽ സബ്ജക്ട്സ് ആയിട്ട് വേണം. അതുപോലെ തന്നെ +2 ലെവലിൽ മാത്സ് പഠിച്ചിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ശ്രദ്ധിക്കുക, BSc മാത്സ് ആണ് മെയിനെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അടുത്തത് സ്റ്റൈഫൻഡറി ട്രെയിനി ഓർ ടെക്നീഷ്യൻ, പ്ലാന്റ് ഓപ്പറേറ്റർ ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 സയൻസ് ആണ്. കുറഞ്ഞത് 50% മാർക്ക് ഉണ്ടായിരിക്കണം. 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇനി അടുത്തത് സ്റ്റൈഫൻഡറി ട്രെയിനി ഓർ ടെക്നീഷ്യൻ, മെയിൻറ്റെയിനർ ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് വിത്ത് 50% മാർക്ക് ഉണ്ടായിരിക്കണം. കൂടാതെ 2 ഇയർ ITI കോഴ്സ് പാസ്സായിരിക്കണം. 2 വർഷത്തിൽ കുറവുള്ള ITI കോഴ്സാണ് പാസ്സായെങ്കിൽ 1 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം. അടുത്ത പോസ്റ്റ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 1 HR F&A C&MM ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഈ 3 പോസ്റ്റിലേക്കും എനി ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് 50% മാർക്കാണ്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 7 പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഇതിലേക്ക് +2 ഉള്ളവർക്കും ITI ഉള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട്.
ശ്രദ്ധിക്കുക, സ്ഥിരജോലിയാണ് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ കംപ്ലീറ്റ്ലി ക്വാളിഫൈഡ് ആയിരിക്കണം. റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കൊന്നും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഫുൾ ടൈം റെഗുലർ കോഴ്സുകളായിരിക്കണം. ഇതിൽ സ്റ്റൈഫൻഡ് ട്രെയിനി പോസ്റ്റുകളിൽ ട്രെയിനിങ് ഡ്യൂറേഷൻ വരുന്നത് ഡിപ്ലോമ ഹോൾഡേഴ്സിനും സയൻസ് ഗ്രാജുവേറ്റ്സിനും 18 മാസമാണ് നിങ്ങൾക്ക് ട്രെയിനിങ് വരുന്നത്. ഇതിൽ ഫസ്റ്റ് ഇയറിൽ സ്റ്റൈഫൻ ലഭിക്കുന്നത് 24,000 രൂപയാണ്. അടുത്ത 6 മാസത്തേക്ക് 26,000 രൂപയായിരിക്കും ലഭിക്കുന്നത്. ബുക്ക് അലവൻസ് വൺ ടൈം ഗ്രാൻഡായിട്ട് 3,000 രൂപ ലഭിക്കുന്നതാണ്. ഇനി പ്ലാന്റ് ഓപ്പറേറ്റർ മെയിൻറ്റെയിനർ ആണെങ്കിൽ ഡ്യൂറേഷൻ 2 ഇയേഴ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് ഇയറിൽ സ്റ്റൈഫൻഡ് 20,000 രൂപയാണ്, സെക്കൻഡ് ഇയറിൽ 22,000 രൂപയാണ്. ഇവിടെ ബുക്ക് അലവൻസ് ഉണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് ശമ്പളം ലഭിക്കുന്നത് 35,400 രൂപയാണ് പെർ മന്ത്. ടെക്നീഷ്യൻ ബി 21,700 രൂപയാണ്. അസിസ്റ്റൻ്റ് പോസ്റ്റുകളിലേക്ക് 25,500 രൂപയാണ് പെർ മന്ത് ശമ്പളം ലഭിക്കുന്നത്. ഈ പോസ്റ്റുകളിലേക്ക് 1 ഇയർ പ്രൊബേഷൻ ഉണ്ട്. പ്രൊബേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നവർക്കാണ് നിയമനം ലഭിക്കുന്നത്. ഈ പറഞ്ഞ ശമ്പളം കൂടാതെ അലവൻസ്, എംപ്ലോയി ബെനിഫിറ്റ്സ്, ഇൻസെൻറ്റീവ്സും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. ഇനി പ്രായപരിധി നോക്കാം. സ്റ്റൈഫൻഡ് ട്രെയിനി ആണെങ്കിൽ ഡിപ്ലോമ ഹോൾഡേഴ്സിനും സയൻസ് ഗ്രാജുവേറ്റ്സിനും 18 മുതൽ 25 വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത്. പ്ലാന്റ് ഓപ്പറേറ്റർ മെയിൻറ്റെയിനർ ആണെങ്കിൽ 18 മുതൽ 24 വയസ്സ് വരെയാണ്. ഇനി അസിസ്റ്റൻ്റ് ഗ്രേഡ് 1 ആണെങ്കിൽ 21 മുതൽ 28 വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത്. ഈ പ്രായപരിധി കൂടാതെ SC/ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട്. അതുപോലെ തന്നെ PWBD കാൻഡിഡേറ്റ്സിനും പ്രായത്തിൽ ഇളവുണ്ട്. ഈ പോസ്റ്റുകളിലേക്ക് എക്സ് സർവീസ്മെന് അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സ് സർവീസ്മെന് ഗ്രൂപ്പ് ബി പോസ്റ്റുകളിൽ 5 വയസ്സിൻ്റെ ഇളവുണ്ട്. ഗ്രൂപ്പ് സി പോസ്റ്റുകളിൽ 3 വയസ്സിൻ്റെ ഇളവുണ്ട്. നിങ്ങൾ ഏജിലൊക്കെ ഇളവ് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. OBC ആണെങ്കിൽ നോൺ ക്രിമിലിയർ ആയിരിക്കണം. ഇനി ഇതിലേക്ക് സ്റ്റൈഫൻഡറി ട്രെയിനി പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ആവശ്യമാണ്. ഹൈറ്റ് വേണ്ടത് മിനിമം 160 സെൻറ്റിമീറ്റർ ആണ്. വെയ്റ്റ് വേണ്ടത് മിനിമം 45.5 kg ആണ് വരുന്നത്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റൈഫൻഡറി ട്രെയിനി ഡിപ്ലോമ ഹോൾഡേഴ്സിന് എഞ്ചിനീയറിംഗ്, സയൻസ് ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ എക്സാമും പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. പ്ലാന്റ് ഓപ്പറേറ്റർ ആണെങ്കിൽ ഓൺലൈൻ എക്സാമാണ് വരുന്നത്. ഇതിൽ 2 സ്റ്റേജായിട്ടായിരിക്കും എക്സാം വരുന്നത്. ഇനി മെയിൻറ്റെയിനർ, അസിസ്റ്റൻ്റ് പോസ്റ്റുകളിൽ ഓൺലൈൻ എക്സാം ഉണ്ട്, 2 സ്റ്റേജാണ് വരുന്നത്. കൂടാതെ സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കും. ഓരോ സ്റ്റേജിലും ക്വാളിഫൈ ആകുന്നവർക്കായിരിക്കും ഫൈനൽ സെലക്ഷൻ വരുന്നത്. എക്സാമിൻ്റെ ഡേറ്റും ടൈമും ഒക്കെ തന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലായിരിക്കും വരുന്നത്. എക്സാമിൻ്റെ മീഡിയം വരുന്നത് ഇംഗ്ലീഷിലാണ്. സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അസിസ്റ്റൻ്റ് പോസ്റ്റിൽ പ്രിലിമിനറി സ്റ്റേജിൽ സബ്ജക്ട്സ് വരുന്നത് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, കമ്പ്യൂട്ടർ നോളജ്, ഇംഗ്ലീഷാണ്. അഡ്വാൻസ് ടെസ്റ്റിൽ വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ്, ക്രിട്ടിക്കൽ റീസണിംഗ് ആണ്. സ്റ്റേജ് 3യിൽ സ്കിൽ ടെസ്റ്റ് വരുന്നത് ടൈപ്പ് റൈറ്റിംഗ് ടെസ്റ്റാണ് കമ്പ്യൂട്ടറിൽ. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസി ടെസ്റ്റും ഉണ്ടായിരിക്കും. ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. സ്റ്റൈഫൻഡറി ട്രെയിനീസ് ഓർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, ഡിപ്ലോമ ഹോൾഡേഴ്സിന് എഞ്ചിനീയറിംഗ്, സയൻസ് ഗ്രാജുവേറ്റ്സിന് 150 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഇനി ഫീമെയിൽ ആപ്ലിക്കൻസിനും SC/ST കാറ്റഗറിക്കും PWBD കാറ്റഗറിക്കും എക്സ് സർവീസ് മെന്നും ഒന്നും ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. ബാക്കിയുള്ള എല്ലാവരും ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഫീസാണ് പേ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒറിജിനൽ കൊണ്ടുപോകേണ്ടതാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ ഒരു ഫോട്ടോ ID പ്രൂഫ് കൊണ്ടുപോവുക. നിങ്ങളുടെ ഫുൾ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് കൊണ്ടുപോകണം. ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് കൊണ്ടുപോവുക. ഒന്നെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ്. പിന്നീട് നിങ്ങളുടെ എല്ലാ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുപോകണം. സർട്ടിഫിക്കറ്റും വേണം, മാർക്ക് ഷീറ്റും വേണം. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുപോകാം.
എക്സ് സർവീസ്മെനൊക്കെ ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുപോകണം. PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. SC ST OBC EWS ഒക്കെ ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. അങ്ങനെ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലും കൊണ്ടുപോകേണ്ടതാണ്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് www.npcilcareers.co.in ആണ്. ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യമേ ഈ സൈറ്റിൽ കയറുക. അവിടെ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇമെയിൽ വഴി ഒരു ആക്ടിവേഷൻ ലിങ്ക് കിട്ടും. അതുവഴി നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്തിട്ട് ലോഗിൻ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത്, പേഴ്സണൽ ഡീറ്റെയിൽസ്, ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടത്. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ജൂൺ 17 ആണ്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.